ഹലോ വെൽക്കം ടു ലാവൻഡറി മീഡിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചും CPC എക്സാമിനെ കുറിച്ചുമാണ്. മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് നമുക്ക് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് CPC എക്സാമിനെ കുറിച്ചാണ്. CPC എന്ന് പറയുമ്പോൾ സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡറാണ്. ഈ ഒരു എക്സാം നടത്തുന്നത് AAPC ആണ്, അതായത് അമേരിക്കൻ അക്കാഡമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ്. ഇതാണ് AAPC. ഇവിടെ നമ്മൾ CPC എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ ആവുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 വരേക്കും എക്സാം പാറ്റേൺ 150 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 150 ക്വസ്റ്റ്യൻസിന് 5 hours and 40 minutes ആ ഒരു ടൈമിംഗ് ആയിരുന്നു നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ 100 മാർക്സിനാണ് നമ്മുടെ CPC എക്സാം നടത്തുന്നത്. അത് 4 മണിക്കൂറിൻ്റെ എക്സാം ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ പോർഷനിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് നേരത്തെ 10 ഒക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ 6 ആക്കിയിട്ട് ചുരുക്കിയിട്ട് ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത് 3 ബുക്സാണ്. ആദ്യം ICD 10CM, പിന്നെ CPT എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അതുപോലെ തന്നെ HCPCS. ഈ 3 ബുക്സും കൂടി പഠിച്ചിട്ട് ഓപ്പൺ ബുക്ക് എക്സാം ആയിട്ടായിരിക്കും നമ്മൾ CPC എക്സാം എഴുതുന്നത്. CPC എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 അറ്റംപ്റ്റ് കിട്ടുന്നു. ആദ്യത്തെ അറ്റംപ്റ്റ് നിങ്ങൾ ഫെയിലിയർ ആയിക്കഴിഞ്ഞാലും അടുത്തൊരു അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് പൈസ അടയ്ക്കാതെ തന്നെ എക്സാം എഴുതാവുന്നതാണ്. ഇതിൻ്റെ ഒരു എക്സാം ഫീസ് ആയിട്ട് വരുന്ന നമുക്ക് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 50,000. അത് കറക്റ്റ് ആയിരിക്കില്ല, ഡോളറിനനുസരിച്ച് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി ചെയ്യാം. ചിലപ്പോൾ 51 ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 49, ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു എമൗണ്ട് വരുന്നത്. ഈ എക്സാം എല്ലാ മാസത്തിലും കണ്ടക്ട് ചെയ്യാറുണ്ട്. മാസത്തിൽ ഡേറ്റ്സ് വരും. ആ ഡേറ്റ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ബുക്ക് ചെയ്തിടണം. അങ്ങനെയാണ് നമുക്ക് പോയി എഴുതാൻ പറ്റുന്നത്. കേരളത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ കൊച്ചിയിൽ പോയിട്ടാണ് നമ്മൾ എക്സാം എഴുതാൻ പറ്റുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെന്നൈ, ബാംഗ്ലൂർ, ഇവിടെയൊക്കെ ഇന്ത്യയിൽ വേറെയും കുറേ സെൻറ്റേഴ്സ് ഉണ്ട്. ഇവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സാം എഴുതാവുന്നതാണ്. CPC എക്സാം എഴുതി കഴിഞ്ഞുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറത്തും നമുക്ക് ജോലി സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നല്ലൊരു സാലറി തന്നെ നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കുന്നതായിരിക്കും. പിന്നെ തുടക്കത്തിൽ സാലറി ഇപ്പോൾ കുറവാണെങ്കിൽ കൂടി നല്ല രീതിയിൽ പ്രൊമോഷൻ സാധ്യതകളും നല്ല സാലറി ഹൈക്കും ഉള്ളൊരു ജോലിയായിരിക്കും മെഡിക്കൽ കോഡിംഗ്. CPC എക്സാമിന് 70% മാർക്ക് വാങ്ങിയാൽ മാത്രമേ നമ്മൾ പാസ്സാവുന്നുള്ളൂ. അതായത് 100ൽ 70 ക്വസ്റ്റ്യൻസ് നമ്മൾ ശരിയാക്കണം. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇത് ഓപ്പൺ ബുക്ക് എക്സാം ആണ്. പക്ഷേ എന്നാലും അതിൻ്റേതായ സീരിയസിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തന്നെ വേണം എക്സാം എഴുതാൻ പോകാനായിട്ട്. അതിനു മുമ്പ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു സ്പീഡിൽ അത്രയും സമയത്തിനുള്ളിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ CPC എക്സാമിനെ കുറിച്ച് പറയുന്നത്. ഇനി നിങ്ങൾക്ക് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാനാണെങ്കിൽ അതിനെക്കുറിച്ച് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല ടോപ്പിക്സ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.